നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച അതിർത്തിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടത്തിൽ വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. അവയവദാനം ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയതെന്ന് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. കളിക്കാൻ കളിക്കളമില്ലാതെ കൊട്ടിയൂർ പഞ്ചായത്തിലെ താരങ്ങൾ. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയം പേരിൽ മാത്രം ഒതുങ്ങുമോ? വാർത്തകൾ വിശദമായി. ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ ബെന്നി അവയവദാനത്തിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയതെന്ന് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ ബെന്നി അവയവദാനത്തിന് പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയതെന്ന് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. നെടുമ്പോൽ സ്വദേശിനിയായ യുവതിയുടെ ആധാറിലെയും റേഷൻ കാർഡിലെയും അഡ്രസ്സുകൾ എറണാകുളം ജില്ലയിലെ എടത്തല പഞ്ചായത്തിൽ ചുണങ്ങംവേലിയിലേക്ക് മാറ്റിയതായാണ് യുവതി വെളിപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു വ്യാജ ആധാർ കാർഡ് റേഷൻ കാർഡ് ഉണ്ടാക്കാനുള്ള കാര്യം എന്താ? എന്തോ ഈ കിഡ്നിക്ക് വേണ്ടി തന്നെ ചെയ്താൽ മതി. അതെന്തിനാ അങ്ങനെ ചെയ്തത്? കിഡ്നി ഉണ്ടാക്കാൻ ഇവിടുത്തെ DVSP ലെറ്റർ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടുത്തെ DVSP ലെറ്റർ വാങ്ങാൻ വേണ്ടി ചെയ്തതാ. ആരാ അങ്ങനെ ചെയ്യിച്ചത്? ഇത് ബെന്നി. ബെന്നി എന്നാ നിങ്ങളോട് പറഞ്ഞത്? ഇത് റേഷൻ കാർഡ് ആധാറിന്റെ പിന്നെ അഡ്രസ്സ് അങ്ങോട്ടൊക്കെ മാറ്റാം, എന്നാൽ അവിടുത്തെ DVSP ലെറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഓ, അത് ശരി. ഇവിടുന്ന് കിട്ടാത്തതിന് കാര്യം പറഞ്ഞെന്താ ബെന്നി? അത് ഇവിടുത്തെ DVSP തരില്ലെന്ന് പറഞ്ഞാൽ ST കൊണ്ട് അവന് STന്റെ പിന്നെ അങ്ങനെ കിഡ്നി കൊടുക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടാണ് അങ്ങോട്ടൊക്കെ മാറ്റി. അപ്പോൾ അവിടുന്ന് കിട്ടുമോ? അവിടുന്ന് ST ആണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ഓ, അപ്പം അങ്ങനെയാണ് അവിടുത്തെ ലെറ്റർ കിട്ടിയത്. എന്തൊക്കെ രേഖകളാണ് വ്യാജമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അവിടത്തെ റേഷൻ കാർഡ് ആധാർ മാത്രം ശരിയായിട്ടുള്ളൂ. റേഷൻ കാർഡും ആധാറും അതൊന്നും മാറ്റിയിട്ടില്ല. ശരിക്കും ആദ്യം കിഡ്നി കൊടുക്കാൻ ഇത് അവർ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷമേ പിന്നെ എന്തുവാ അതിൽ നിന്ന് പിന്മാറിയത്? അതെനിക്കൊരു പേടിയായിരുന്നു കൊടുക്കാൻ. അല്ലാതെ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഭീഷണിയിൽ നിന്നുപോയി. എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറിയത്. പൈസ കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും എമൗണ്ട്? ഇല്ല, പൈസ ഞാൻ വാങ്ങിയത്. പിന്നെ അവർ ടെസ്റ്റും എല്ലാം അവർ തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് കുറേ പൈസ നഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ പൈസ ഒന്നും തന്നിട്ടില്ല. എത്ര ലക്ഷം രൂപ അവർ വാഗ്ദാനം ചെയ്ത്? 9. ഈ ബെന്നിക്ക് എത്ര കമ്മീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു? ബെന്നിക്ക് 1 ലക്ഷം രൂപ. മറ്റേ ഹസ്ബൻഡിനോ? 2. ഇപ്പൊ ഹസ്ബൻഡ് ഇവിടെ വരാറുണ്ടോ? ഇപ്പം വരത്തില്ല. അങ്ങനെ വരത്തില്ല. മക്കളെ നോക്കാൻ പറ്റുന്നു. ഇപ്പൊ ഭീഷണിയോ വല്ലതും ഉണ്ടോ ഹസ്ബൻഡിന്? കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഭീഷണിയില്ല, വീട്ടിലേക്ക് കയറി വരത്തില്ല. പിന്നെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ മാത്രം ഇവിടെ വീട്ടുണ്ട്. എന്നിട്ട് മക്കൾക്ക് ചെലവും കൊടുത്തിട്ട് പോകാം. ശരി. അപ്പം ഈ റേഷൻ ഈ ആധാറും ID ഒക്കെ എവിടുന്നാ ഉണ്ടാക്കിയെന്നറിയോ? ആലുവയിൽ എവിടാ അത്? ആലുവ തന്നെ. ആലുവ ചുങ്ങാവേലി. അവിടെ ഇതിന് ആരെങ്കിലും ഉണ്ടോ അവർക്ക് ചെയ്യാനായിട്ട്? എങ്ങനെ? ഇല്ല, ഇത് ഇങ്ങനെ ബെന്നി അങ്ങനെ കുറേ ആളെ ചെയ്തിട്ടുണ്ട്. റേഷൻ കാർഡ് ആധാർ അഡ്രസ്സ് മാറ്റി കുറേ ആളെ കിഡ്നി അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഇതും ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ കണ്ണൂരിൽ നിന്ന് വേറെ ആളുകളുടെ കിഡ്നി ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ഇടയ്ക്ക് കുറേ പേര് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കണ്ണൂര് ഇതിൽ നിന്ന് വിട്ട് വേറെ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ ആൾക്കാരെല്ലാം എടുത്തിട്ടുണ്ട്. ആദിവാസി വിഭാഗമായതിനാൽ വൃക്ക നൽകാൻ ഇരിട്ടി DYSPയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്ന് ഇടനിലക്കാരൻ ബെന്നി പറഞ്ഞതായും യുവതി പറഞ്ഞു. ആദിവാസി യുവതിയാണെന്ന് മറച്ചുവെച്ചാണ് എറണാകുളത്ത് നിന്ന് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് നേടിയതെന്നും അവയവദാനത്തിന് 9 ലക്ഷം രൂപയാണ് ഇടനിലക്കാരൻ ബെന്നി വാഗ്ദാനം ചെയ്തത്. ഇത്തരത്തിൽ നിരവധി പേരുടെ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും അഡ്രസ്സുകൾ മാറ്റിയിട്ടുള്ളതായും യുവതി പറഞ്ഞു. അവയവദാനം ചെയ്ത പലരും വലിയ ബുദ്ധിമുട്ട് നേരിട്ടതായി വാർത്ത പുറത്തുവന്ന ശേഷം ഫോൺ വിളിച്ചു പറഞ്ഞതായി യുവതി വെളിപ്പെടുത്തി. കുറേ ആൾക്കാർ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞത്, നീ എന്തോ കിഡ്നി കൊടുക്കാത്ത ഭാഗ്യമായിരുന്നു, നമ്മളെല്ലാം ഇപ്പൊ കഷ്ടപ്പെടുന്നത്, പൈസയില്ല, നമുക്ക് പഠിക്കാൻ വരാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞു. കൊല്ലത്തൊരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു. അവര് ഭാര്യയും ഭർത്താവും കിഡ്നി എടുത്തതാ. അവരും എന്നെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒന്നും പണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ഈ ബെന്നിയുടെ കിഡ്നി എടുത്താണോ ഈ കൊല്ലത്തുനിന്നുള്ള? ബെന്നിന്റെ കെയറോപ്പിൽ തന്നെ ഭർത്താവിന്റെ കിഡ്നി എടുത്തു. ഭാര്യയാണ് ആദ്യം കൊടുത്തത്. ഭാര്യ കൊടുത്ത് ഭർത്താവിന്റെ ഇപ്പൊ അടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. വലിയ തുക നൽകാമെന്ന് പറഞ്ഞ് ഇടനിലക്കാരൻ പ്രലോഭിപ്പിക്കുന്നതെന്നും ഒടുവിൽ ചെറിയ തുക മാത്രമാണ് നൽകുന്നതെന്നും യുവതി വെളിപ്പെടുത്തി. എറണാകുളത്തു നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് കള്ളക്കേസിൽ കുടുക്കിയതായും യുവതി ആരോപിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച അതിർത്തിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടത്തിൽ വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. കേരള കർണാടക അതിർത്തിയിലെ കൂട്ടുപുഴയിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം ഇന്ന് പോലീസുകാർക്ക് മഴയും വെയിലും ഏൽക്കാതെ കയറി നിൽക്കാനുള്ള ഒരിടം മാത്രമാണ്.
ഇക്കഴിഞ്ഞ ജൂൺ 30-നാണ് 10 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സ്ഥലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. നേരത്തെ ഇവിടെ ലയൺസ് ക്ലബിന്റെ താൽക്കാലിക സംവിധാനം ഉണ്ടായിരുന്നു. ഇതിൽ സൗകര്യങ്ങൾ കുറവായതിനാലാണ് പുതിയ കെട്ടിടമൊക്കെ പണിതത്. എന്നിട്ടെന്ത് കാര്യം? വൈദ്യുതിയും വെള്ളവും ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇരിട്ടി പോലീസ് സബ് ഡിവിഷന് കീഴിലെ ഇരിട്ടി, കരിക്കോട്ടക്കരി, ആറളം, ഉളിക്കൽ, ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലിക്കെത്തുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇവരുടെ ജോലി. ടോയ്ലറ്റൊക്കെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലുണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? കെട്ടിടത്തിൻ്റെ വയറിംഗ് പോലും ചെയ്തിട്ടില്ല. എന്തായാലും വെള്ളവും വൈദ്യുതിയും കൂടി ഇവിടെ നൽകിയാൽ അതിർത്തിയിൽ വാഹന പരിശോധനയ്ക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ആശ്വാസമാകും. ബംഗളൂരു, മൈസൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഹരി കടത്ത് ഉൾപ്പെടെ നടത്തുന്നത് കൂട്ടുപുഴ വഴിയാണ്. അതിനാൽ തന്നെ അവരെ പിടികൂടാൻ ഇവിടെ എത്തുന്ന പോലീസ് സേനയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയേ തീരൂ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കളിക്കാൻ കളിക്കളമില്ലാതെ കൊട്ടിയൂർ പഞ്ചായത്തിലെ താരങ്ങൾ. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയം പേരിൽ മാത്രം ഒതുങ്ങുമോ? കൊട്ടിയൂർ പഞ്ചായത്തിന്റെ ഏക മിനി സ്റ്റേഡിയം നാശത്തിന്റെ വക്കിൽ. ഈ സ്റ്റേഡിയത്തിൽ ജിമ്മി ജോർജ് ഉൾപ്പെടെ കളിച്ചു വളർന്നവർ ഒട്ടേറെ പേരുണ്ട്. പക്ഷേ ഇന്ന് ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അതിദയനീയമാണ്. പഞ്ചായത്തിലെ നിരവധി കായിക താരങ്ങൾക്ക് കളിച്ചു വളരേണ്ട ഒരു സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ. ഒരിടത്ത് ചെളി, മറുവശത്ത് കാടും പാലത്തിന് കൊണ്ടുവന്ന മെറ്റലും. പുഴയാണെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഒരു വശം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. കെട്ടി സംരക്ഷിക്കാൻ നടപടിയുമില്ല. വോളിബോളും ഷട്ടിലും ക്രിക്കറ്റും കളിച്ചിരുന്ന ഗ്രൗണ്ടിൽ ഇന്നൊന്ന് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. പാലം വന്നപ്പോൾ സ്റ്റേഡിയത്തിന്റെ ചെറിയൊരു ഭാഗം നഷ്ടപ്പെട്ടതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈ സ്റ്റേഡിയത്തിന് ഇല്ലായിരുന്നു. എന്നാൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് കളിക്കാൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്തേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്തിന് ആകെയുള്ള ഒരു സ്റ്റേഡിയമാണ്. അതായത് ഇവിടുത്തെ യുവജനങ്ങൾക്ക് കളിച്ചു വളരാൻ വേണ്ട ഒരു കളിസ്ഥലമാണിത്. നമ്മുടെ നെഹ്റു സ്മാരക ഗ്രന്ഥശാലയോടൊപ്പം തന്നെ വളരെ പാരമ്പര്യവും പ്രാധാന്യവുമുള്ള ഈ സ്ഥലം ഈ പാലം പണിക്ക് ശേഷം പഞ്ചായത്ത് ബന്ധപ്പെട്ട് ഉടനടി ആക്ഷൻ എടുത്തിട്ട് ഇത് കുട്ടികൾക്ക് കളിച്ചു വളരാൻ വേണ്ട ഒരു സ്ഥലമായിട്ട് മാറ്റിയെടുക്കണമെന്നുള്ളതാണ് ഈ വായനശാലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ആവശ്യം. ഈ പാലം പ്രവൃത്തിയോടനുബന്ധിച്ചാണോ ഈ സ്റ്റേഡിയം ഇങ്ങനെ ആയത്? പാലം പണിക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പാലത്തോട് ചേർന്നുള്ള സ്ഥലം അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ മഴക്കാലത്ത് റോഡിൻ്റെ അവസ്ഥ മോശമായപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ ഇറക്കി ഈ റോഡ് കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അന്നാണ് റോഡ് ഇത്രയും ഈ സ്ഥലം ഇത്രയും മോശമായി തീർന്നത്. തുടർന്ന് അത് നന്നാക്കിയെടുക്കുവാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അടിയന്തര പ്രാധാന്യത്തോടെ ഈ സ്റ്റേഡിയം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. കോളയാട് സെന്റ് കൊർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2000 SSLC ബാച്ച് സ്നേഹക്കൂട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രിൻസിപ്പൽ ഫാദർ ഗിനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോളയാട് സെന്റ് കോർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരുന്നു സ്നേഹക്കൂട് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം കോളയാട് സെന്റ് കോർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഗിനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലയേഷ് അധ്യക്ഷത വഹിച്ചു. ശ്രീരേഖ, സജന തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മൺമറഞ്ഞു പോയ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പാലുകാച്ചി ഒറ്റപ്ലാവിൽ കാട്ടാനശല്യം തുടരുന്നു. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. മാളിയേക്കൽ ജോയിയുടെ കശുമാവ് അടക്കമുള്ള കാർഷിക വിളകളാണ് നശിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ചു. പാലുകാച്ചി ഒറ്റപ്ലാവിൽ കാട്ടാനശല്യം തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒറ്റപ്ലാവിലെ മാളിയേക്കൽ ജോയിയുടെ 3.5 ഏക്കർ സ്ഥലത്ത് കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. കാട്ടാനക്കൂട്ടം ജോയിയുടെ കയ്യാലകൾ പൂർണ്ണമായും നശിപ്പിച്ചു. കൂടാതെ കശുമാവ്, വാഴ, തെങ്ങ്, മറ്റ് കാർഷിക വിളകൾ എന്നിവയും നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആന വളരെയധികം ശല്യം ചെയ്യുകയാണ്. ഏതാണ്ട് ഒരു 40 വർഷത്തോളമായിട്ട് ഈ പ്രദേശത്ത് ആന ഇറങ്ങാത്ത ഒരു സ്ഥലമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്കെ ആന ഇറങ്ങി ഈ കൃഷിഭൂമി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഒറ്റയാനായിട്ടും കൂട്ടമായിട്ടും ഒക്കെ ആന ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഒറ്റപ്ലാവിൽ ഏതാണ്ട് ഒരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. കാരണം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെയാണ് കാട്. എങ്കിൽ തന്നെ ആന ഇപ്പം ഇറങ്ങിയിട്ട്
ഇത് 4 വർഷമായ കശുമാവ് തൈകളും അതുപോലെ തന്നെ വാഴ അതേപോലെ തെങ്ങ് മുതലായ കൃഷി നാശം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 50ഓളം കശുമാവ് തൈകൾ 4 വർഷമായ കശുമാവ് തൈകൾ നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന നശിപ്പിച്ച സ്ഥലം കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പ്രാകം, വാർഡ് മെമ്പർ ഉഷ അശോക് കുമാർ, 7ാം വാർഡ് മെമ്പർ ബാബു കാരുവേലിൽ എന്നിവർ സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയാൻ വനം വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം പഞ്ചായത്ത് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അത് വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമ്മളിവിടെ കാണുന്ന പോലെ പുതിയ കശുമാവ് തൈകളാണ് ഇവിടെ ചവിട്ടി നിരത്തി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ തെങ്ങ്, വാഴ, മറ്റുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ആന ഇറങ്ങുമ്പോൾ ഇതിനെ ഓടിച്ച് കയറ്റണമെന്നും. അതുപോലെ ഈ കഴിഞ്ഞ മാസത്തിലും ഇതുപോലെ തന്നെ ഈ ജോയിച്ചേട്ടൻ്റെ പറമ്പിൽ ആന ഇറങ്ങുകയുണ്ടായി. ഇപ്പോഴെല്ലാം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് റേഞ്ചറടക്കം എല്ലാവരോടും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈ ആനേനെ ഇവിടുന്ന് തുരത്തണം എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം അവർ വന്നു, കുറച്ച് പടക്കം പൊട്ടിച്ച് പോയെന്ന് ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രംഗത്ത് വരും. നമുക്ക് ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം കാര്യങ്ങൾ സാമ്പത്തികം വെച്ചിട്ട് നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി കൂടുതൽ പൈസകൾ മുടക്കിക്കൊണ്ട് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഫോറസ്റ്റും പഞ്ചായത്തുമായിട്ടിരുന്ന മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ റബ്ബർ കർഷക സംഘം 34ാമത് വാർഷിക പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ റബ്ബർ കർഷക സംഘം 34ാമത് വാർഷിക പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാത്തിനും വിലയുണ്ട്. റബ്ബറിന് വിലയില്ലെങ്കിലും റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങളായ ടയറിനും മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലയുണ്ട്. പക്ഷേ റബ്ബറിന് വിലയില്ല. അതുപോലെ അസംസ്കൃത റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന് വിലയുണ്ട്. പക്ഷേ റബ്ബറിന് വില കൂടുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിനെ വിലയിരുത്തുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് ക്രൂഡ് ഓയിലിന് വില കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താണെങ്കിലും റബ്ബറിന് വില കൂടുന്നത്. പക്ഷേ ആ വില ഇവിടെ കൂടാത്തത് അന്താരാഷ്ട്ര മാർക്കറ്റെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് നമ്മുടെ കൂടുതൽ കർഷകർ. ഇപ്പോൾ എല്ലാവരും മൊബൈലുണ്ട്, ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും അതിൻ്റെ വില വ്യത്യാസം വരാത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ റബ്ബർ കമ്പനികൾ അതിനെയെല്ലാം ഹൈജാക്ക് ചെയ്യുക, സർക്കാരിനെയും എല്ലാ സംവിധാനവും ഹൈജാക്ക് ചെയ്ത രീതിയിലാണ് റബ്ബർ കമ്പനികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അവരാണ് ഇന്ത്യയിലെ റബ്ബറിൻ്റെ വില നിശ്ചയിക്കുന്നത്. അല്ലാതെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില അനുസരിച്ച് ഒരു ഇന്ത്യൻ കർഷകനും വില കിട്ടൂല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂഡ് ഓയിലിന് വിലയുള്ളപ്പോൾ നമ്മുടെ റബ്ബറിന് ഒരു 300 രൂപയിലും വില കിട്ടേണ്ടതാണ്. പക്ഷെ അത് കിട്ടാത്തത് റബ്ബർ കമ്പനികളാണ്. ഇപ്പോൾ ഞാനിവിടെ ജയൻ സാറിനോട് ചോദിച്ചത് റബ്ബർ കമ്പനികൾക്ക്. കണിച്ചാർ RPS പ്രസിഡന്റ് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് വടശ്ശേരി, സുരേഖ സജി, RPS വൈസ് പ്രസിഡന്റ് ജോർജ് കൊച്ചുപുരക്കൽ, ഡയറക്ടർ ശശീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസർ K ജയചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് സംഘത്തിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും ബാക്കി പത്രവും വായിച്ച് അംഗീകരിക്കലും പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കലും നടത്തി. മഴക്കാല രോഗ അവബോധ ക്ലാസും മെഡിക്കൽ ക്യാമ്പും പൊതുയോഗത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. അന്തരിച്ച കോൺഗ്രസ് നേതാവും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന U മുകുന്ദൻ അനുസ്മരണ സർവകക്ഷി സമ്മേളനം കോളയാടിൽ നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന നെടുമ്പോയിലെ ഉച്ചമ്പള്ളി മുകുന്ദന്റെ അനുസ്മരണ സർവകക്ഷി സമ്മേളനം സംഘടിപ്പിച്ചത്. കോളയാടിൽ നടന്ന അനുസ്മരണ സർവകക്ഷി സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഹൃദയബന്ധമുള്ള ഒരു നേതാവായിരുന്നു മുകുന്ദന്റെ സ്വഭാവ സവിശേഷത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. മുകുന്ദൻ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഉറച്ച രാഷ്ട്രീയ അഭിപ്രായമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ പോലും ഏത് കക്ഷിയിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവർക്കാണെങ്കിലും അവർക്കെല്ലാം ആശ്രയിക്കാൻ കഴിയാവുന്ന ഒരു മാതൃക നേതാവായിരുന്നു മുകുന്ദൻ.
ആർക്ക് വേണമെങ്കിലും മൂന്നാർക്ക് സമീപിക്കാമായിരുന്നു. നാടിൻ്റെയും ജനങ്ങളുടെയും ഏത് ജീവൽ പ്രശ്നങ്ങളാണെങ്കിലും ധൈര്യപൂർവ്വം മൂന്നാട്ടിലേക്ക് പോയി പറയാൻ കഴിയുമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി, കെ ഇ സുധീഷ് കുമാർ, ചന്ദ്രൻ തില്ലങ്കേരി, ജനാർദ്ദനൻ മാസ്റ്റർ, എം ജെ പാപ്പച്ചൻ, കെ വി ജോസഫ്, അന്ന ജോളി, മനോജ്, കെ പ്രിയൻ, കെ എം രാജൻ, ബിജു കാപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മുഴക്കുന്ന് നെയ്യളം യുവശക്തി വായനശാല ഗ്രന്ഥാലയം വയോജനവേദിയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ചേർന്നിരിക്കാം, പങ്കുവയ്ക്കാം, പഴയകാല വായന ഓർമ്മകൾ എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് മുഴക്കുന്ന് നെയ്യളം യുവശക്തി വായനശാല ഗ്രന്ഥാലയം, വയോജനവേദി, ബാലവേദി എന്നിവയുടെ നേതൃത്വത്തിൽ ചേർന്നിരിക്കാം, പങ്കുവയ്ക്കാം, പഴയകാല വായന ഓർമ്മകൾ എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടി മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടോ? അക്ഷരത്തിന് കുറവ് വന്നിട്ടില്ല, പദങ്ങൾ ചോദിച്ച് പറയുന്നതിൽ ഒരു കുറവ് വന്നിട്ടില്ല. ആശയം സമ്പുഷ്ടമാണ്. ചെറിയൊരു ആശയമാണെങ്കിലും മഹാനായ അബ്രാലിംഗന്റെ കഥ വരെ ഉപമിപ്പിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികളെ ഇങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കാൻ, ഇതുപോലെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും മനീഷും ഈ പ്രദേശത്തെ വായനശാലയിൽ നിങ്ങളൊക്കെ വഹിക്കുന്ന പങ്കിന്റെ നന്മ നാളെ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ ദേവനന്ദ് അധ്യക്ഷത വഹിച്ചു. വി സരോജിനി, പുഷ്പവല്ലി, കെ പാർവതി, എൻ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അർദ്ധവാർഷിക വരവേൽപ്പ് സമ്മേളനം ഇരട്ടിയിൽ വെച്ച് നടന്നു. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA പേരാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അർദ്ധവാർഷിക വരവേൽപ്പ് സമ്മേളനം ഇരട്ടിയിൽ വെച്ച് നടന്നു. KSSPA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിവിടെ പെൻഷൻ വാങ്ങുന്നു, നേരത്തെ ഇവിടെ DA കുടിശ്ശികയായിരിക്കുന്നു എന്നൊക്കെ സംസാരിക്കുമ്പോഴും ഒരു 5-10 വർഷക്കാലത്തേക്ക് ഈ ഗവൺമെന്റുകൾ തന്നെയാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവും എല്ലാം ഭരിക്കുന്നത് എങ്കിൽ സിവിൽ സർവീസ് മേഖല പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ എല്ലാം താൽക്കാലിക നിയമനത്തിലേക്ക് പോവുകയാണ്. നാഗപൂരിലെ RSS ആസ്ഥാനത്തു നിന്ന് നൽകുന്ന ലിസ്റ്റും BJP ഓഫീസിൽ നിന്ന് നൽകുന്ന ലിസ്റ്റും ഒക്കെ സർക്കാർ സർവീസിലെ മാനദണ്ഡമായി പരിഗണിക്കപ്പെടുമ്പോൾ കേരളത്തിലെ താൽക്കാലിക നിയമനങ്ങളെല്ലാം AKT സെന്ററിൽ നിന്നും പാർട്ടിയുടെ ജില്ലാ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വരികയാണ്. PSC പരീക്ഷകൾ എഴുതുന്ന കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്നില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല. താൽക്കാലിക നിയമനങ്ങൾ നിർബാധം നടക്കുന്ന എല്ലാ വകുപ്പുകളിലും, അത് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകളിലും സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളിലും നടക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന റെയിൽവേ, ആ റെയിൽവേ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവാണ്. എന്തിനാണ് നമ്മൾ റെയിൽവേ കൊണ്ടുവന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഈ രാജ്യത്തെ സാധാരണ ജനത്തിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി റെയിൽവേ വരുന്നതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി, ഗവൺമെന്റ് തന്നെ നേരിട്ട് തൊഴിൽദാതാവാകുന്ന ഒരു സംരംഭമായി റെയിൽവേയെ വളർത്തി ഉയർത്തി വലുതാക്കി കൊണ്ടുവന്നിരുന്ന നമ്മുടെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പോയപ്പോൾ ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുകയാണ്. ചില സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിച്ചു. CV കുഞ്ഞനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K മോഹനൻ, സംസ്ഥാന സെക്രട്ടറി PC വർഗീസ്, മുഹമ്മദ് ദാവൂദ്, നാരായണൻ കൊയ്റ്റി, N മോഹനൻ, PA നാസർ, MG ജോസഫ്, K കൃഷ്ണൻ, VVC നമ്പ്യാർ, ജോസ് ജോർജ്, ജാൻസി തോമസ്, PV അന്നമ്മ, ജോസ് സൈമൺ, MM മൈക്കിൾ, K മോഹനൻ, N നാരായണൻ, K തമ്പാൻ, C നാരായണൻ, TJ എൽസമ്മ, TV രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. CMP സംസ്ഥാന കമ്മിറ്റി മെമ്പറും പേരാവൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന MK ബാലകൃഷ്ണന്റെ 23ാം ചരമവാർഷിക ദിനം പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി NC സുമോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി ബാബു മാക്കുറ്റി അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ കൗൺസിൽ മെമ്പർ MK കുഞ്ഞിക്കണ്ണൻ, KP ദാസൻ, MK മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു.
ഇരട്ടി കല്ലുമുട്ടിയിൽ ഷാൻ ഗ്രൂപ്പിന്റെ ന്യൂ കണ്ണൂർ കഫേ തട്ടുകട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മാടത്തിൽ മഹൽ ഗത്തീഫ് മുല്ലക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പി സാജിദ്, ഷമീർ, ഷഫീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇരട്ടി കല്ലുമുട്ടിയിൽ ഷാൻ ഗ്രൂപ്പിന്റെ ന്യൂ കണ്ണൂർ കഫേ തട്ടുകട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മാടത്തിൽ മഹൽ ഗത്തീഫ് മുല്ലക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി സാജിദ്, ഷമീർ, ഷഫീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം കാക്കയങ്ങാട് ഊർപ്പാലിലെ അന്നമ്മ വെളിയത്ത് അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഭർത്താവ് പറയത്തിനായ പൈലി. മക്കൾ സെബാസ്റ്റ്യൻ, ജോൺസൺ, മറിയം, പൈലി, ജെയ്സൺ, സോളിമോൾ. മരുമക്കൾ നിഷ, ജിഷ, ജെയ്സൺ, ഷീന, ടോൾസി, വർഗീസ്. പേരാവൂരിലെ അരയാക്കുൽ പാടിച്ചേരി യൂസഫ് ഹാജി പാനൂരിൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഭാര്യ ആസിയ. മക്കൾ നാസർ, നസീമ, ഇസ്മായിൽ, റൌഫ്, സമദ്, ഷഫീഖ്, ജസീല, പറയത്തിനായ ഹാരിസ്. മരുമക്കൾ ജസീല, അബ്ദുൾ റഹ്മാൻ, ഷെമി, സുഫീറ, ഷഫ്ന, റാഹില, സഫീറ, ഹാരിസ്. കായപ്പനശ്ശിയിലെ NC ശ്രീധരൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഭാര്യ യശോദ. മക്കൾ ശ്രീയേഷ്, ശ്രീഷ്മ. മരുമക്കൻ സന്തോഷ്. വിപണി. റബ്ബർ 4 ഗ്രേഡ് കിലോയ്ക്ക് ഇരിട്ടി 204 രൂപ, പേരാവൂർ 205 രൂപ, കൊട്ടിയൂർ 204 രൂപ. റബ്ബർ ലോട്ട് കിലോയ്ക്ക് ഇരിട്ടി 187 രൂപ, പേരാവൂർ 195 രൂപ, കൊട്ടിയൂർ 194 രൂപ. കൊട്ടുവാൾ കിലോയ്ക്ക് ഇരിട്ടി 115 രൂപ, പേരാവൂർ 123 രൂപ, കൊട്ടിയൂർ 124 രൂപ. കുരുമുളക് കിലോയ്ക്ക് ഇരിട്ടി 650 രൂപ, പേരാവൂർ 650 രൂപ, കൊട്ടിയൂർ 640 രൂപ. കൊട്ടടക്ക കിലോയ്ക്ക് ഇരിട്ടി 325 രൂപ, പേരാവൂർ 330 രൂപ, കൊട്ടിയൂർ 320 രൂപ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6710 രൂപ, വെള്ളി 10 ഗ്രാമിന് 850 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച അതിർത്തിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടത്തിൽ വെള്ളവുമില്ല, വൈദ്യുതിയുമില്ല. അവയവദാനം ആദിവാസി യുവതി എന്ന വിവരം മറച്ചുവെച്ചാണ് ഇടനിലക്കാരൻ പോലീസ് സർട്ടിഫിക്കറ്റ് നേടിയതെന്ന് ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. കളിക്കാൻ കളിക്കളമില്ലാതെ കൊട്ടിയൂർ പഞ്ചായത്തിലെ താരങ്ങൾ. കൊട്ടിയൂർ പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയം പേരിൽ മാത്രം ഒതുങ്ങുമോ? ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.